നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞു. കേട്ടിട്ട് കാറ്റഗറി 1 നിങ്ങൾ നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കേട്ടിട്ട് സീറ്ററ്റ് സെറ്റ് അതുപോലെ തന്നെ ബി.എഡ് ഫൈനൽ സെമസ്റ്റർ MCQ പരീക്ഷകൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ഒരുക്കുന്ന അക്കാഡമിയാണ് ഇഗ്നിയസ് അക്കാഡമി. നമ്മുടെ ക്ലാസ്സുകൾ ജസ്റ്റ് 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ന്യൂ ഇയറിൽ ലഭിക്കുന്നു. അപ്പോൾ എത്രയും വേഗം നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഏത് കോഴ്സ് എടുത്താലും 499 രൂപ മാത്രമേ നമ്മൾ അതിന് വാങ്ങുന്നുള്ളൂ. വളരെ ഫെയർ പ്രൈസ് ആണ്. ഈ അവസരം മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 1, 2, 3 എന്നിവയുടെ ജനറൽ പേപ്പറും അതുപോലെ തന്നെ കേട്ടിട്ട് കാറ്റഗറി 3യുടെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകളും സീറ്ററ്റിന്റെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകളും സീറ്ററ്റിന്റെ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെറ്റ് എക്സാമിന്റെ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ, അതുപോലെ സെറ്റിന്റെ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകൾ, കൂടാതെ ബി.എഡ് ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾക്ക് നടത്തുന്ന MCQ പരീക്ഷയുടെ ക്ലാസ്സുകളും നമ്മുടെ അക്കാഡമിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ക്ലാസ്സുകളിൽ നിങ്ങൾ കൃത്യമായി ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ ഉറപ്പായിട്ടും തീർച്ചയായും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും എന്നതിൽ സംശയമില്ല. ഈ അവസരം പരമാവധി ഉപയോഗിക്കുക. അപ്പോൾ മലയാളത്തിലെ ചോദ്യങ്ങളാണ്. ഞാൻ പൂർണ്ണമായിട്ടും ചോദ്യങ്ങൾ വായിക്കുന്നില്ല, നമുക്ക് ഉത്തരങ്ങൾ മാത്രം കണ്ടെത്താം. 91 മുതൽ 95 വരെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ 91ാമത്തെ ചോദ്യം, ഇക്കണ്ടക്കുറുപ്പ് എന്ന കഥാപാത്രത്തിന് യോജിച്ച പഴഞ്ചൊല്ല് ഏത്? അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നതാണ് അതിന്റെ ഉത്തരം. അടുത്ത 92ാമത്തെ ചോദ്യം, ആദ്യകാല ചെറു കഥകളുടെ പൊതു സവിശേഷതയായി സൂചിപ്പിക്കുന്നത് എന്താണ്? അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്, രസിപ്പിക്കുക. ആദ്യകാല ചെറുകഥകളുടെ പൊതു സവിശേഷത രസിപ്പിക്കുക എന്നതാണ്. അടുത്ത് 93ാമത്തെ ചോദ്യം, കഥാകൃത്ത് ഉരച്ചെടുത്ത ജീവിത നിരീക്ഷണത്തിന്റെ സൂക്ഷ്മരേഖകളായി ലേഖകൻ സൂചിപ്പിക്കുന്നത് എന്ത് എന്നതാണ് 93ാമത്തെ ചോദ്യം. 93ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ, കഥയിലെ പ്രയോഗങ്ങൾ എന്നതാണ്. കഥയിലെ പ്രയോഗങ്ങൾ. 94ാമത്തെ ചോദ്യം, കഥകളെ വ്യത്യസ്തമായ വായനാനുഭവമാക്കി മാറ്റുന്ന ഘടകം എന്താണ് എന്നതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ചരിത്ര ബോധത്തിന്റെ ആഴവും പരപ്പുമാണ് കഥകളെ വ്യത്യസ്തമായ വായനാനുഭവമാക്കി മാറ്റുന്നത്. അടുത്ത 95ാമത്തെ ചോദ്യം, ചെറുകഥാ സാഹിത്യത്തിന്റെ ഗതി തിരിച്ചുവിട്ട കൃതി ഏതാണ് എന്നതാണ് 95ാമത്തെ ചോദ്യം. 95ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, വാസനാവികൃതി ചെറുകഥാ സാഹിത്യത്തിന്റെ ഗതി തിരിച്ചുവിട്ട കൃതി എന്ന് അറിയപ്പെടുന്നു. ഇനി 96 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കേണ്ടത് ഈ കവിതയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോ 96ാമത്തെ ചോദ്യം, കിളികളുടെ കളകളാരവം എല്ലായിടത്തും മുഴങ്ങി കേൾക്കുന്നതിന് കാരണം എന്താകാം എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നെൽക്കതിരുകൾ മൂപ്പത്തി തിന്നാൻ പാകമായതിനാൽ എന്നതാണ് ഉത്തരം. 96. 97, വജ്രം എന്ന പദത്തിന് പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? വജ്രം എന്നതിന്റെ പര്യായം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഏതാണ്? 97, ഹീരം എന്നതാണ്. ഓപ്ഷൻ എ, ഹീരം. വജ്രം എന്നതിന്റെ പര്യായമാണ് ഹീരം എന്ന് ഓർത്തിരിക്കുക. 98ാമത്തെ ചോദ്യം, 98, ദുഃഖഭരിതമായ കാലം അകലെയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഏതാണ്? 98, ഓപ്ഷൻ സി ആണ് ഉത്തരം. 98 ഓപ്ഷൻ സി, വാരുറ്റ പുഞ്ചിരി. ദുഃഖഭരിതമായ കാലം അകലെയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം വാരുറ്റ പുഞ്ചിരി. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 99ാമത്തെ ചോദ്യം, ഏറിക്രമത്തിലെടുത്ത നാളിപ്രഭ പാരിനെ മുക്കിടും ആഹ്ലാദത്തിൽ ഈ വരികൾ ധ്വനിപ്പിക്കുന്നത് എന്താണ് എന്നാണ് 99ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓണക്കാലം നാളെ ലോകത്തെയാകെ ആഹ്ലാദത്തിലാക്കും എന്നതാണ് ഉത്തരം. ഓപ്ഷൻ എ. അടുത്ത 100ാമത്തെ ചോദ്യം, ആകാശത്തിന്റെ അറ്റത്തായി പടരുന്ന ഭംഗിയാർന്ന ചുവപ്പ് നിറഞ്ഞ കവി എന്തായാണ് സംശയിക്കുന്നത്? 100ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓണത്തിന്റെ വരവായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത 101ാമത്തെ ചോദ്യം, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏത്? തളിര് ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് 101ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 102ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ സംവാദം എന്ന പഠന പ്രവർത്തനത്തിന് യോജിച്ചത് ഏത്? സംവാദത്തിന് യോജിച്ചത് എന്താണ്? പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്വന്തം വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ശരിയായത്. ഓപ്ഷൻ ബി ആണ് ശരി. അടുത്ത 103ാമത്തെ ചോദ്യം, ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ഓരോ കുട്ടിയും നിരവധി വ്യവഹാര രൂപങ്ങൾ പരിചയപ്പെടുന്നുണ്ട്.
ഇവയിൽ അന്വേഷണാത്മക പ്രവർത്തനങ്ങളിൽ പെടുന്ന വ്യവഹാര രൂപം ഏതാണ് എന്നതാണ് 103ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി അന്വേഷണാത്മകമായിട്ടുള്ളത് പ്രോജക്റ്റ് ആണ്. അടുത്ത 104ാമത്തെ ചോദ്യം, ആ, ഇ, എ എന്നീ സ്വരാക്ഷരങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 104ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ചുട്ടെഴുത്തുകൾ എന്നാണ്. ആ, ഇ, എ എന്നീ സ്വരാക്ഷരങ്ങളെ ചുട്ടെഴുത്ത് എന്ന ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താം. 105ാമത്തെ ചോദ്യം, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന ശൈലിയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? 105ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ്, ലക്ഷ്യസ്ഥാനം മാറിയത് തിരിച്ചറിയാൻ കഴിവില്ല. ഓക്കെ. അടുത്ത് 106ാമത്തെ ചോദ്യമാണ്. 2024 വയലാർ പുരസ്കാരം നേടിയ എഴുത്തുകാരനും കൃതിയും ഏതാണ് എന്നതാണ് 106ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ്, അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന കൃതി. അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന കൃതി. അടുത്ത 107ാമത്തെ ചോദ്യം. 107ാമത്തെ ചോദ്യമാണ്. 107ാമത്തെ ചോദ്യം, കുട്ടികളുടെ വ്യക്തിപരമായ കഴിവുകളും ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും സ്വപ്രയത്നത്തിനും സഹകരണത്തിനുമെല്ലാം പ്രാധാന്യവും നൽകുന്ന ഹെലൻ ഫാക്ടേഴ്സിന്റെ ബോധന രീതി ഏതാണ് എന്നതാണ് ചോദ്യം. ഏതാണ്? 107ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 107ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡാൾട്ടൺ പ്ലാൻ. ഹെലൻ പാർക്ഹേഴ്സ്റ്റിന്റെ ഇതാണ് ഡാൾട്ടൺ പ്ലാൻ എന്ന് പറയുന്നത്. 108ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ ക്ലാസ് റൂം വിനിമയത്തിന് യോജിക്കാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പഠനതന്ത്രങ്ങളിൽ അനുരൂപീകരണം നടത്തരുത് എന്നതാണ് തെറ്റ്. അനുരൂപീകരണം നടത്തണം, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. അടുത്ത 109ാമത്തെ ചോദ്യം, വായനാ വൈകല്യമായ ഡിസ്ലെക്സിയ അല്ലെങ്കിൽ റീഡിംഗ് ഡിസോർഡറിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അക്കങ്ങളും സംഖ്യകളും മനസ്സിലാക്കുന്നതിലും കണക്ക് കൂട്ടുന്നതിലും പ്രയാസപ്പെടുന്നത് ഗണിത വൈകല്യം ആണ്. അടുത്ത 110, കുളിച്ചു വന്നു എന്ന വാക്യം വിനയെച്ചത്തിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് ചോദ്യം. 110 ഓപ്ഷൻ എ ആണ് ഉത്തരം, മുൻവിനയെച്ചം എന്നതാണ് ഉത്തരം, മുൻവിനയെച്ചം. അടുത്ത 110ാമത്തെ ചോദ്യം. 110ാമത്തെ ചോദ്യം, ഒരു യഥാർത്ഥ അധ്യാപിക ഒരിക്കലും പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള ഉപകരണമോ മുൻകൂട്ടി നിർമ്മിച്ച മുദ്രാവാക്യങ്ങളുടെയും ജീവനില്ലാത്ത അക്കാദമിക സാമഗ്രികളുടെയും വാഹനമോ ആകരുത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ മൂല്യം കിടക്കുന്നത് ഭാവനയിലേക്കും സ്വതന്ത്ര ചിന്തയിലേക്കും വിധി പറയലിലേക്കും കുട്ടിയുടെ മനസ്സിനെ ചലനാത്മക ആക്കുന്നതിലാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇതിനകത്ത് ഡൗട്ട് ഉണ്ട്. എ ഓർ സി, മഹാത്മാഗാന്ധിയോ രവീന്ദ്രനാഥ് ടാഗോറോ ഇതിന് ഉത്തരമായിട്ട് വരാം. കൺഫ്യൂസിംഗ് ആണ്. 112ാമത്തെ ചോദ്യം, വനമല്ലിക പൂത്തു വാസന ചൊരിയുന്നു വനദേവിമാർ നൃത്തം ചെയ്തു നിലാസഹ്യന്റെ മകൻ എന്ന കവിതയിലെ ഈ വരികൾക്ക് സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. സമാന താളം കണ്ടെത്തുക. 112ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രതിപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും. 113ാമത്തെ ചോദ്യം, എതിര് എന്ന ആത്മകഥ ആരുടേതാണ്? 113. ഓപ്ഷൻ എ, പി കേശവദേവിന്റെ കൃതിയാണ് എതിര് എന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ ആണ്. 114, ക്ലാസ് മുറിയിൽ നിരന്തരമായി കലഹിച്ചു കൊണ്ടിരിക്കുകയും പഠന പ്രവർത്തനങ്ങളിൽ വിമുഖത കാട്ടുകയും ചെയ്യുന്ന കുട്ടിയോടുണ്ടാവേണ്ട അധ്യാപികയുടെ സമീപനം എന്തായിരിക്കണം? 114ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, കുട്ടിയുടെ പെരുമാറ്റ പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്താനായി കേസ് സ്റ്റഡി നടത്തുകയാണ് വേണ്ടത്. 115ാമത്തെ ചോദ്യം, പ, ഥ, ബ, ഭ, മ എന്നീ പവർഗാക്ഷരങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതാണ് 115ാമത്തെ ചോദ്യം. 115 ഓപ്ഷൻ സി, ഓഷ്ഠ്യം എന്ന വിഭാഗത്തിലാണത് പെടുന്നത്. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ഇതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ് എന്നതാണ് ചോദ്യം. 116. 116ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഏറച്ചിത്രം ഓട്ടപ്പാത്രം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് സമാനമായത്. 117, തന്നിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ആഗമസന്ധിക്ക് ഓപ്ഷൻ ഡി, വിണ്ടലം എന്നത് ആണ്. വിണ്ടലം. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞത് ആരാണ്?
ഓക്കെ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് പാടിയ കവി ആരാണ്? 118ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, വയലാർ രാമവർമ്മ എന്നതാണ് ശരി. വയലാർ രാമവർമ്മ 118 ബി. അടുത്ത 119ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന ആത്മകഥയിൽ ശരിയായ ഘടന ഏത്? 119 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. 119 എല്ലാം ശരിയാണ്. അടുത്ത 120 മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന അനുമാനത്തിൽ എത്തിച്ചേരുന്നത് ആരാണ്? അതിനകത്തും ഡൗട്ടാണ്. ഓപ്ഷൻ ബി ഓർ ഡി. ഡി ആണ് നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ട് ആൻസർ ആയിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഇന്ന് നടന്ന 18ാം തീയതി ജനുവരി 18 നടന്ന 2025 കാറ്റഗറി 1 മലയാളം ഭാഗത്തെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താങ്ക് യു.